കോവിഡ് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഉപവാസ പ്രാർത്ഥനാ ദിനത്തിന് ആഹ്വാനം ചെയ്ത് അമേരിക്കയിലെ ഒക്ലഹോമ സംസ്ഥാനം. കോവിഡിന്റെ അതിവ്യാപനം തടയാനും രോഗബാധിതരുടെ സൗഖ്യത്തിനായും ഡിസംബർ 3-ാം തീയതിയായ ഇന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാനാണ് ഗവർണർ കെവിൻ സ്റ്റിഡ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രോഗികളെ സുഖപ്പെടുത്താനും വേദനിപ്പിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും കോവിഡിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുന്നവർക്ക് ശക്തിയും ധൈര്യം ലഭിക്കാനും ദൈവത്തോട് നാം നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് ഒക്ലഹോമ ഗവർണർ കെവിൻ സ്റ്റിഡ് ആഹ്വാനം ചെയ്തു. കോവിഡ് വ്യാപനം തടയാൻ വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികളുടെ വിജയപ്രാപ്തിയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെ ഭാഗമാണ്. പ്രതിസന്ധികളുടെയും കഷ്ടതയുടെയും നാളുകളിൽ പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞ ചരിത്രമാണ് ഒക്ലഹോമയുടേതെന്ന് ഗവർണർ പറഞ്ഞു. ഒക്ലഹോമയിൽ ഇതിനോടകം തന്നെ 2 ലക്ഷത്തോളം കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മരണനിരക്കിലും വർധനവ് തുടരുകയാണ്. സംസ്ഥാന ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട ഈ കണക്കുകളുടെ പശ്ചാത്തലത്തിലാണ് ഗവർണർ കെവിൻ ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കുവാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമായ യുഎസിലെ മറ്റ് ചില സംസ്ഥാനങ്ങളും സമാനമായ രീതിയിൽ പ്രാർത്ഥനാ ദിനം ആചരിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.